എൻ്റെ പേര് രാജശ്രീ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നൂറിനാട് നിന്ന് വിടുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 2019 ഇന്ന് വരെ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളും കൃത്യമായിട്ടും ചെയ്യുന്ന ഒരാളാണ്. കോവിഡ് കാലത്ത് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. വീണ്ടും 2021 ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഇപ്പോഴും ഉടമ്പടിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പം എനിക്ക് ഉടമ്പടിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്ന കാര്യത്തിലായിരുന്നു. അപ്പം ഞാൻ പത്രമെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കാൻ എനിക്കത് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഹിന്ദുവാണ്. അപ്പം വീട്ടിൽ നിന്ന് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ അടുത്തൊക്കെ കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ പത്രമെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം അത് കൈ വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, പച്ചത്തിരി നീലത്തിരിയും കൂടെ കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പത്രമെല്ലാം ഇങ്ങനെ കിടക്കും, എനിക്കിത് കൊടുക്കാനൊരു മാർഗ്ഗമില്ല, അമ്മ അതെനിക്ക് എല്ലാം കൊടുത്തു തീർക്കാനുള്ള ഒരു വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഒരു ഗ്രൂപ്പിൽ അംഗമാകാൻ എനിക്ക് പറ്റി. അതിനുശേഷം എല്ലാ ഞായറാഴ്ചകളും കാരുണ്യ പ്രവൃത്തികൾ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാൻ, പിന്നെ ഒരു ഓൾഡ് ഏജ് ഹോം സന്ദർശിച്ച് അവിടെ ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റും. അങ്ങനെ ആ പത്രം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വിശ്വാസമുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കൊടുക്കാൻ പറ്റി. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗങ്ങൾ ആദ്യം ഈ പ്രാവശ്യം, നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്തത് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായിട്ട് 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഈ റിട്ടയർമെൻറ്റിന് ശേഷം പുള്ളി റിട്ടയർ ആയെങ്കിലും വളരെ ആക്റ്റീവാണ്. അങ്ങനെ ചുമ്മാതിരിക്കുന്ന ഇഷ്ടമല്ല പുള്ളി. അപ്പം ഈ അമ്മയ്ക്ക് ഏജ്ഡ് ആയിരുന്നു. പുള്ളി 90 years ഉണ്ടായിരുന്നു. അമ്മച്ചി അങ്ങ് മരിച്ചു. പിന്നെ പുള്ളി തന്നെയാണ് വീട്ടിലിരിക്കുന്ന ഈ പകൽ മുഴുവൻ. അപ്പോൾ അതൊരു മാതിരി ഒരു ഡിപ്രഷനും ദേഷ്യവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പത്രത്തിലും എല്ലായിടത്തും അങ്ങ് ജോലി അന്വേഷിക്കാൻ തുടങ്ങി. ഒന്നും കിട്ടുന്നില്ല. കിട്ടാതിരിക്കുമ്പം അതിനെ ഏറ്റവും എന്താ പറയുന്നതെന്നോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഏത് ജോലിയും ചെയ്യാനങ്ങ് പുള്ളി തയ്യാറാവും. അതായത് ഇപ്പോൾ ഒരു ഷോറൂമിൽ പോയി ഇരിക്കാനോ അല്ലെങ്കിൽ സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാനോ ഒക്കെ. അപ്പം ഞാനൊരു ടീച്ചറാണ്. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. പുള്ളിയുടെ അച്ഛന് വാറണ്ട് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് അത്രയും ലോ ആയിട്ട് ചിന്തിക്കാൻ, നമ്മുടെ മനസ്സിനങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത ജോലികൾ പോലും പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി വെച്ചു. എൻ്റെ ഹസ്ബൻഡിന് അഭിമാനമായിട്ട് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു പദ്ധതി, ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പത്രത്തിലെ റേഡിയോയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഏകാരോഗ്യം വൺ ഹെൽത്ത് പ്രോഗ്രാം. ആ വൺ ഹെൽത്ത് പ്രോഗ്രാം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 3 ജില്ലകളിലാണ് നടപ്പാക്കുന്നത്: പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾ. അതിൽ ആലപ്പുഴ ജില്ലയിലേക്ക് അപേക്ഷ അയച്ചത് ഓൺലൈനിലാണ്. അപേക്ഷ അയച്ചു, ഇൻ്റർവ്യൂ പാസ്സായി. അതിലെ ഡിസ്ട്രിക്ട് മെൻറ്ററായിട്ട് ഇപ്പം ജോലി കിട്ടും. ഒരു വലിയ സാക്ഷ്യം എന്നെ സംബന്ധിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് 2 പ്രാവശ്യം രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് അമ്മയുടെ തൈലം ഉപയോഗിച്ചതിന്. വേരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വളരെ നാളുകളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ഡോക്ടറെയൊക്കെ കാണിച്ച് സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നടക്കുമ്പം ഞാനൊരു ദിവസം ഈ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഒരു സർജറി ഒന്നും ഇല്ലാതെ ഇത് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തണം. ഇപ്പം ഒരു സർജറി ഇല്ല, പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ നേരത്തെ ഒരു പ്രാവശ്യം മുഖത്ത്, അതായത് മൂക്കിൻ്റെ സൈഡിലും ചുണ്ടിലും ഈ വെള്ള നിറം ഉണ്ടാകുന്ന വെള്ളപ്പാണ്ടെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അസുഖം വന്നാൽ ഒരിക്കലും അതിന് പൂർണ്ണമായിട്ടൊന്നും മാറത്തില്ല. പുള്ളി ഒത്തിരി സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കണ്ടു. അപ്പം മാറത്തില്ല, അതിന് സാരമില്ല ഇങ്ങനെ പറയുന്നത്. ഞാനത് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ കുറിച്ച് ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചു. ഇപ്പം ഒരു പാടുപോലും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം കിട്ടി. വളരെ ആ കാര്യത്തിൽ അമ്മ എന്നോട് വളരെ കൃപ ചെയ്തു. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള, എനിക്കൊരു ദിവസം സഡനായിട്ട് ബ്ലീഡിങ് ഉണ്ട്. ഞാൻ രാവിലെ എന്നും 5 മണി അല്ലെ 4:30 എപ്പോഴും എഴുന്നേൽക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് അമ്മയ്ക്കൊരു റോസാപ്പൂ അല്ലെ പൂവോ എന്തെങ്കിലും വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് സഡനായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിനങ്ങ് വല്ലാത്ത പേടി. എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയിരിക്കുക. പിന്നെ വീട്ടിൽ ഞങ്ങൾ രണ്ടും തന്നെയുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു. അമ്മയുടെ അടുത്ത് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കെന്തോ അസുഖം, എനിക്കറിയത്തില്ല, ഇനി ഒരു സർജറിയോ അല്ലെ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും വയ്യ, എന്നെ നോക്കാനും ആരുമില്ല. അതുകൊണ്ട് അമ്മ എന്തുവാന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ കരുണ പിന്നെ ഒരു പ്രാവശ്യം പോലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാനൊരു ഡോക്ടറെയും കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി വെച്ചതാണ്. ഞാൻ 10 വർഷം മുമ്പ് വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുത്തു. വണ്ടി ഓടിച്ചു, ടെസ്റ്റ് പാസ്സായി, ലൈസൻസ് കിട്ടിയെങ്കിലും വണ്ടി ഓടിച്ച്
കഴിച്ചിട്ടേ ഇല്ല. ഇപ്പം കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ ഞായറാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ ഈ ഹസ്ബൻഡിനോട് പറയണം കൊണ്ടുവിടാൻ, കുറച്ച് ദൂരം ഒരു 1.5 കിലോമീറ്ററോളം പോയിട്ട് വേണം ബസ്സിൽ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉടമ്പടി വെച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം തന്നെ. ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് കാരുണ്യ പ്രവൃത്തിക്ക് പോയത്. അത് അമ്മ എനിക്ക് തന്ന വേറൊരു കൃപയാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് 15 വർഷം മുമ്പ് ഞങ്ങൾക്ക് അംബാസഡർ ഉണ്ടായിരുന്നു. ഇപ്പം പുള്ളി വണ്ടി ഓടിച്ച സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതിന് ശേഷം പിന്നെ പുള്ളി, ആക്സിഡൻറ്റ് വലുതൊന്നും അല്ല, ചെറിയ ആക്സിഡൻ്റാണ്, ഒന്നും പറ്റിയില്ല. എന്നാലും അതിന് ശേഷം പിന്നെ പുള്ളി വണ്ടി എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴേ 1 മാസമായിട്ട് വീണ്ടും പുള്ളിയും വണ്ടി ഓടിക്കാൻ തുടങ്ങി, കാർ ഓടിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അമ്മ എനിക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. ഞാനൊരു ടീച്ചറാണ്. എൻ്റെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനോട്, ഞാൻ ഹിന്ദു ആണെങ്കിലും അവർ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ പോലും അവരോട് കൃപാസനത്തെക്കുറിച്ച് പറയാനും അവരെക്കുറിച്ച് കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനും അവരെല്ലാം ഇപ്പം കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും കൃപ അനുഗ്രഹം തന്ന പരിശുദ്ധ മാതാവിനും തമ്പുരാനും 1000 നന്ദി. ഇവിടെ വന്നിരിക്കുന്ന ഉടമ്പടി എടുക്കാനും പുതുക്കാനും വന്നിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെയും ജോസഫ് അച്ഛനെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സകല സ്റ്റാഫിനെ എല്ലാവരെയും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും കൃപയും അനുഗ്രഹ സാന്നിധ്യം എന്ന് എപ്പോഴും ഉണ്ടായിരിക്കാൻ തമ്പുരാനോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്നു. അമ്മേ. ഞാൻ എല്ലാ ദിവസവും കൊന്ത ചെല്ലാറുണ്ട്, ജപമാല ചെല്ലാറുണ്ട്. അന്നന്നത്തെ ജപമാല ചൊല്ലുമായിരുന്നു. പിന്നെ സമ്പൂർണ്ണ ജപമാല, അതായത് ഒരു ദിവസം 4 ജപമാലയും ചൊല്ലും. അത് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലും. പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ സമ്പൂർണ്ണ ജപമാല ചെല്ലാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചെല്ലാറുണ്ട്. ഇപ്പോൾ എൻ്റെ വീട് നൂറിനാട്ടാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി ബസ്സിലാണ് വന്നത്. അപ്പോൾ ആ ബസ്സിലിരുന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാൻ പറ്റി. തിരിച്ചു പോകുമ്പോഴും പറ്റുവാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സ്കൂളിൽ പാവങ്ങളായിട്ടുള്ളവരാണ്, അവരെ സഹായിക്കാൻ പറ്റുന്നത് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്, അത് സെർവ് ചെയ്ത് കൊടുക്കും. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ടുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. വചനങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ബൈബിള് വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബൈബിള് വായിക്കും. സങ്കീർത്തനങ്ങളൊക്കെ ചില ഞങ്ങളുടെ ഗ്രൂപ്പിലിടണം, അതിനുവേണ്ടി ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ പേര് ഗൗരി ഗിരീഷ്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഈ വർഷം 2023 ഏപ്രിൽ 18 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ ഒരു കൂട്ടുകാരിയായ പ്രവീണ എന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണേ. അപ്പോൾ ഇവിടെ വരുന്ന മുമ്പ് ഞാൻ 3 പ്രാവശ്യം OET എഴുതി പുറത്തു പോകാനുള്ള ശ്രമം എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ തവണ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എല്ലാ പ്രേക്ഷിത പ്രവർത്തനമായാലും എല്ലാ കാര്യങ്ങളും ഞാൻ മറയാട്ടി ചെയ്തു. പക്ഷേ എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ തവണ കിട്ടിയില്ല. 5ാമത്തെ തവണ എന്നിട്ടും ഞാൻ എന്നോട് ആരോ പറയുന്ന പോലെ നീ പ്രാർത്ഥന മുടക്കണ്ട, നീ അത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോ എന്ന് ആരോ പറയുന്ന പോലെ ഞാൻ പക്ഷേ പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല. ഇവിടെ വന്ന് 2ാമത്തെ തവണ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ 5ാമത്തെ തവണ OET എഴുതി. എനിക്ക് അതിൽ അയർലൻഡ് സ്കോർ കിട്ടി. പക്ഷേ എനിക്ക് UK പോകണമെന്നായിരുന്നു ആഗ്രഹം. അയർലൻഡ് സ്കോർ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഏകദേശം ഒരു സമാധാനമായി. ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ട് എന്നുള്ളൊരു സമാധാനമായി. അങ്ങനെ സെപ്റ്റംബർ 2 ഞാൻ പിന്നെയും എഴുതി. അപ്പോൾ ഞാൻ അയർലൻഡ് സ്കോർ കിട്ടിയപ്പോൾ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് മാതാവ് തന്നതാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടാത്ത ആ മൊഡ്യൂളിന് മാത്രം B, ബാക്കി 3 മൊഡ്യൂളിൽ C+ തന്നാൽ മാത്രം മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ കറക്റ്റ് ആ 2 സെപ്റ്റംബറിൽ എഴുതിയപ്പോൾ OET പരീക്ഷയ്ക്ക് എനിക്ക് ആ കിട്ടാത്ത മൊഡ്യൂളിൽ മാത്രം B, ബാക്കി 3നും C+ എന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. അടുത്ത കാര്യം എൻ്റെ ഇൻ്റർവ്യൂ ആണ്. 31 ഒക്ടോബറിനായിരുന്നു ഈ വർഷം എൻ്റെ ഇൻ്റർവ്യൂ. UK മാഞ്ചസ്റ്ററിലോട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് അവിടെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹവും. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതും അങ്ങോട്ട് പോകണമെന്നാണ്. അപ്പോൾ ഇൻ്റർവ്യൂ വന്നു. പക്ഷേ എനിക്ക് നല്ല പനിയായിരുന്നു. എണീറ്റിരിക്കാനോ ഒന്ന് വായിച്ചു നോക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായി. പക്ഷേ അവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു. കാരണം മാതാമ്മമാരാണ്, അവർ പറയുന്ന ലാംഗ്വേജ് എനിക്ക് 2-3 ക്വസ്റ്റ്യൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തെന്നറിയില്ല, ആ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായ ആ നിമിഷം തൊട്ട് അവർ 15 മിനിറ്റ് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ആ നിമിഷം വരെ എനിക്ക് പനിയോ വേറെ ഒരു പ്രശ്നമോ ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നവും വന്നില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ മാതാവ് തോന്നിച്ച കാര്യം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. പിന്നെ CBT അടുത്തൊരു പരീക്ഷയാണ് നമുക്ക് UK പോകാനുള്ളത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് എന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ നാട്ടിലെ നഴ്സിങ്ങിൻ്റെ കാര്യമല്ല ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അവിടെ കൂടുതൽ UK പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോട്ടോക്കോൾസാണ് ആ CBT എക്സാമിന് വരുന്നത്. അപ്പോൾ അതെന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ അതിന് പ്രത്യേകം നമുക്കൊരു ബുക്കോ നോട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ നെറ്റിയിൽ മാതാവിൻ്റെ ഇവിടെ നിന്ന് തന്ന തൈലം ഞാൻ കട്ടിക്ക് എഴുതിയിട്ട് പോയി മൗസിൽ ഞാൻ കുരിശ് വരച്ചു. ഓരോ ആൻസറും ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മാതാവ്
നോക്കിക്കോളണേ, എന്നെ ഇനി CBT എഴുതി എക്സാം എഴുതാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. CBT കഴിഞ്ഞു, പുറത്തിറങ്ങിയപ്പോൾ പാസ്സായി എന്ന് അറിഞ്ഞു. അപ്പം എനിക്ക് സന്തോഷം വന്നതെന്ന്, പാസ്സായേക്കാട്ടി എനിക്ക് സന്തോഷം വന്നത് എൻ്റെ മാതാവ് ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അപ്പോൾ സന്തോഷം വന്നത് പാസ്സായതിനേക്കാളിലും. പിന്നെ അടുത്ത കാര്യം, എൻ്റെ COS ആയാലും എൻ്റെ വിസ ആയാലും ഓരോരുത്തർക്കും 3 ആഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ COSും വിസയും വന്ന് എനിക്ക് വെറും 3 ദിവസം കൊണ്ടാണ്. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം പറയാനായിട്ട്, UK മാഞ്ചസ്റ്ററിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് UK, പക്ഷേ നമുക്കവിടെ ടിക്കറ്റിൻ്റെ ചാർജ് 60,000 രൂപ മാത്രമേ തരത്തുള്ളൂ. ബാക്കി എത്ര വന്നാലും നമ്മൾ ഇടണം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അബുദാബി ടു ട്രിവാൻഡ്രം തന്നെ 38,000 28,000 രൂപയൊക്കെയാണ് ടിക്കറ്റ് ചാർജ് അന്നത്തെ ദിവസം കാണിക്കുന്നത്. UK അബുദാബി ടു മാഞ്ചസ്റ്റർ നോക്കിയപ്പോൾ 1,20,000 ഒക്കെ, 1,50,000 1,20,000 അത്രയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എൻ്റെ മാലയും പണയം വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യം, എൻ്റെ അമ്മേൻ്റെ മാല പണയം വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവെ അതിന് ഇടവരുത്തല്ലേ എന്ന്. അങ്ങനെ ടിക്കറ്റിന് ഒരു പൈസയും കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് ഫുൾ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. അതിനെ മാതാവ് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ വർഷം ഡിസംബർ 25 മുമ്പ് തന്നെ എനിക്ക് UK എത്തണമെന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. ഞാൻ വെച്ചത് പ്രാർത്ഥിച്ചതും എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ മാതാവ് ഞാൻ ഈ ഡിസംബർ 13 UK പോവുകയാണ്. അതും ഞാൻ വിചാരിച്ച സ്ഥലത്ത് തന്നെ ഞാൻ പോവുകയാണ്. അതാണ് എൻ്റെ OETൻ്റെ കാര്യം. ഇനി അടുത്ത കാര്യം, എൻ്റെ മാമിക്ക് പീരീഡ്സ് വരുമ്പോൾ ഒരു ഭയങ്കര വയറുവേദനയാണ്, തലകറങ്ങി വീഴുക, അതൊക്കെ ബ്ലീഡിങ്, നല്ല ബ്ലീഡിങ് ആണ്. അപ്പോൾ എന്താണ് കാര്യമൊന്നും അറിയത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു, എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ സിവിയർ എൻഡോമെട്രോസിസ് എന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ CA ടെസ്റ്റൊക്കെ ചെയ്യുന്നു, അതെല്ലാം ഹൈ ആണ്. അപ്പോൾ ഡോക്ടർ പറയണേ, അപ്പോൾ എൻഡോമെട്രോസിസ് ഇത്രയും ഹൈ ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതെന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചു, ഇനി എന്താ പ്രശ്നമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ഇവിടെ നിന്ന് വാങ്ങിച്ച കാശ് രൂപ ഞാൻ എൻ്റെ മാമിക്ക് കൊടുത്തു. മാമി അത് വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഭയന്ന പോലെ ഒന്നും നടന്നില്ല. മാമി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖമായിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി സൗഖ്യം. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഇതിന് ശേഷം എൻ്റെ മാതാവും ഈശോ എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്, ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ കുടുംബത്തിലും എനിക്കും പൂർണ്ണ സന്തോഷവും സമാധാനവും സൗഖ്യം പൂർണ്ണ ആരോഗ്യത്തോടും കൂടി ഞങ്ങളിരിക്കുന്നു. ഇനിയും ഞങ്ങളിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതിന് എൻ്റെ മാതാവിനും ഈശോപ്പാനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രവിതരണം കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഇപ്പോൾ 2 പൊതിയാണെങ്കിൽ അങ്ങനെ ഞാനും അമ്മേനെയും ഞാൻ സഹായിച്ച് നമ്മൾ 2 പൊതിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി വഴിയോരത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ആർക്കൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പറ്റുന്ന സമയത്ത് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുമായിരുന്നു. അതാണ് എനിക്ക്. പിന്നെ എൻ്റെ മാതാവ് ഈശോ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ന് വരെ ഇല്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. COSും വിസയും എനിക്ക് വന്നത് വെറും 3 ദിവസം കൊണ്ടാണ്. അത് ഓരോരുത്തർക്കും 2 ആഴ്ച 3 ആഴ്ച എടുക്കുന്നത്. എനിക്ക് എല്ലാം 3 ദിവസം കൊണ്ടാണ് നടന്നത്. ഈ പ്രോസസ്സിങ്, ഈ UK പോണ പ്രോസസ്സിങ് നടക്കുന്ന എല്ലാവർക്കും 3, 4 മാസം 5 മാസമൊക്കെ വെച്ച് എനിക്ക് വെറും 1.5 മാസം കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത്. ഞാൻ ഈ മാസം 13 അടുത്ത മാസം 13 ഞാൻ UK പോവുകയാണ്. എനിക്കിപ്പോൾ ഒരു സങ്കടമില്ല. ഞാൻ ആദ്യം 3 വട്ടം OET തോറ്റില്ല. അതിൽ തോറ്റില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു. എൻ്റെ മാതാവിനും ഈശോനും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് കോടാനും കോടി നന്ദി എൻ്റെ മാതാവിനും ഈശോനും.